നമ്മുടെ മറൈൻ വേൾഡിൻ്റെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെ ലാസ്റ്റ് വീഡിയോയിൽ ഈ ഒരു എന്താ പറയുക വളരെ മനോഹരമായിട്ടുള്ള ഒരു സോണിലേക്ക് എത്തുന്നു എന്ന് പറഞ്ഞിട്ടാണ് നിർത്തിയത്. ഇവിടെ നക്ഷത്ര ആമകളെയൊക്കെ കാണാം. നമ്മളവിടെ നേരെ കയറുമ്പോൾ റൈൻ ഫോറസ്റ്റിൻ്റെ ഒരു ഏരിയയിലേക്കാണ് ചെല്ലുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ലൈറ്റിങ് കാര്യങ്ങളൊക്കെ കൂടെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ട്രീസിൻ്റെ രൂപങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നാൽ ഡൈനോസേഴ്സിൻ്റെ ഒരു സ്റ്റാച്യുവും കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് കൂടുതൽ കാണാം. എന്നാൽ ഇതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് ഏരിയ എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ എന്താ പറയുക ഒരു ട്രീ ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ബാക്കിലായിട്ട് ഫോറസ്റ്റിൻ്റെ സമാനമായ രീതിയിലൊരു കുറേ മൃഗങ്ങളുടെ രൂപങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ. നമ്മൾ താഴേക്ക് നോക്കുമ്പോഴാണ് നമ്മളെ ശരിക്കും ഞെട്ടിച്ച് കളഞ്ഞത്. ഒരുപാട് ഫിഷുകളുടെ സ്റ്റാച്യുവും കാര്യങ്ങളൊക്കെ ചെയ്താണ് ഇവിടെ കൊണ്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് വലിയൊരു പോണ്ട് ചെയ്തിട്ടുണ്ട്, വാട്ടർഫോള് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ താഴെ കാണാം. വലിയ മീനുകളെ ഒക്കെ കാണാവുന്നതാണ് അതിനകത്ത് കൂടെ ഇങ്ങനെ പോകുന്നത്. ഇതാണ് അതിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത്. താഴേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുന്നൊരു വ്യൂ ഇതാണ്. മറൈൻ വേൾഡ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ ഒരു മാൻ അങ്ങനെയൊക്കെയുള്ള രൂപങ്ങളൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാം. നമ്മൾ ഇത് റൈൻ ഫോറസ്റ്റിൻ്റെ ഒരു ഏരിയ എന്ന് പറഞ്ഞ ഇതാണ്. നമ്മൾ കാണുന്ന ഒരു രണ്ടാമത്തെ പാർട്ടിലെ രണ്ടാമത്തെ ഏരിയയിലേക്ക് വരുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്. പാർക്കുകളൊക്കെ ഉള്ള ഒരു പോണിംഗ് ഏരിയയിലേക്ക്
ഏരിയയിലേക്ക് എത്തിയിരിക്കുകയാണ്. മുകളിലൊരാളിങ്ങനെ ഇരുന്ന് ഫിഷ് ചൂണ്ടയിടുന്ന ഒരു സ്റ്റാച്ചു കാണാം. താഴെയാണ് ഷാർക്ക് പോകുന്ന 2 തരത്തിലുള്ള ഷാർക്കുകളുടെ ഉണ്ട്. ബുൾ ഷാർക്കിനെ കാണാം, ദെൻ ഗ്രേൻ ഷാർക്കുണ്ട്. അങ്ങനെ ഷാർക്കുകൾ ഇങ്ങനെ പാഞ്ഞു പോകുന്നു. അതിൻ്റെ ഫ്രണ്ടിലായിട്ടൊരു ഫെൻസിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്, ആൾക്കാരും കൊണ്ട് പോയിട്ട് ആ വെള്ളത്തിന് കൈയിടായിരിക്കാൻ വേണ്ടിയിട്ട്. ശരിക്കും ഒരു കായലിൻ്റെ പ്രതീതി തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴേ അതിൻ്റെ മുകളിൽ ഷൂട്ടിങ് കിട്ടുന്നുണ്ട്. ആ ഒരു ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്നത് വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണിത്. നമ്മളിപ്പോൾ നടന്ന് നേരെ ഏതാണ്ട് ഈ ഒരു ടണൽ അക്വേറിയത്തിൻ്റെ ഏരിയയിലേക്ക് എത്തിയിരിക്കുകയാണ്. അതിൻ്റെ ഫ്രണ്ടിലായിട്ട് കുറേ വലിയ മീനുകളെയൊക്കെ കാണാം. ഒരു പില്ലർ പോലത്തെ ഒരു സ്ഥലത്ത് അവിടെ നിന്നുള്ള കാഴ്ചയാണിത്. ഇനി നമ്മൾ നേരെ പോകുന്നത് ടണൽ അക്വേറിയത്തിൻ്റെ അകത്തേക്കാണ്. അതിന് മുമ്പായിട്ട് വലിയ ഫിഷുകൾ, ശരിക്കും ടണൽ അക്വേറിയത്തിൻ്റെ ഒരു സൈഡ് തന്നെയാണ് ഈ വ്യൂ എന്ന് പറയുന്നത്. വളരെ മനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നത്. ഇതാ നമ്മൾ ടണൽ അക്വേറിയത്തിൻ്റെ അകത്ത് കയറി അകത്തുനിന്ന് മുകളിലേക്ക് നോക്കുമ്പോഴേതാ വലിയ ഫിഷുകൾ ഇങ്ങനെ നടക്കുന്ന രൂപങ്ങൾ കാണാൻ പറ്റുന്നതാണ്. നമ്മൾ അത്യാവശ്യം നീളത്തിലുള്ള ഒരു ടണൽ ആണ്. അതിൻ്റെ ഫുള്ളി നമ്മൾ വാട്ടർ ഇങ്ങനെ കവർ ചെയ്ത് നിൽക്കുന്നു. അതേ കൊണ്ട് അകത്ത് കൂടെയാണ് നമ്മൾ നടന്നു പോകുന്ന അക്വേറിയത്തിൻ്റെ. നമ്മൾ ഈ 2 ദിവസം മുമ്പ് ക്രാഫ്റ്റ് വില്ലേജിൽ പോയ സമയത്ത് വടകരയിൽ ഇതുപോലൊരു അക്വേറിയം കണ്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ചെറിയ ഒരു അക്വേറിയമാണ്. ഇതുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല. ഇതൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ്. നമ്മൾ എപ്പോഴെങ്കിലും ഈ വഴി കൂടെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു
അക്വേറിയം കാണാൻ വേണ്ടി നിങ്ങളോട് വരിക. പ്രത്യേക ഒരു ആംബിയൻസ് കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരുപാട് ഫിഷുകളുണ്ട്. അതിനകത്ത് തന്നെ ടണൽ ആദ്യം കൂടെ പോവുകയാണ്. ഒരുപാട് ഒരു ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. ക്യാറ്റ് ഫിഷിനെയൊക്കെ കണ്ടു. ഇവൻ്റെ ലാസ്റ്റ് അക്വേറിയത്തിൻ്റെ ലാസ്റ്റ് ഏരിയയിലേക്ക് നമ്മളിപ്പോൾ എത്തിയിരിക്കുകയാണ്. ഇതാണ് ആ ഒരു ഏരിയയുടെ ഇൻറ്റീരിയർ വ്യൂ എന്ന് പറയുന്നത്. വളരെ മനോഹരമാണ്. ഫോട്ടോ എടുക്കാനൊക്കെ നല്ല ഭംഗിയാണ്. അപ്പോൾ നമ്മളിത് ലാസ്റ്റ് എൻഡിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. ഈ അക്വേറിയത്തിൻ്റെ രണ്ടാമത്തെ പാർട്ട് ആയിട്ടുള്ള വീഡിയോ എന്തായാലും നിങ്ങൾ കാണാത്തവരാണെങ്കിൽ ഫസ്റ്റ് പാർട്ട് കാണുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഫസ്റ്റ് വീഡിയോ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ ഒരിക്കലെങ്കിലും ഒന്ന് പോവുക, ഈ സ്ഥലം ഒന്ന് കാണുക.